നമ്മളിപ്പോൾ ചെറായി ബീച്ചിലെത്തി. ചെറായി ബീച്ച് ജംഗ്ഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് വരുന്ന റോഡ് പറവൂരിൽ നിന്നൊക്കെ വന്നിട്ട് ചെറായി ബീച്ചിൽ കയറുന്ന റോഡിൽ കൂടെ വന്നിട്ട് നമ്മൾ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു പാരലൽ റോഡാണ്. ചെറായി ബീച്ച് മുന്നൊക്കെ ആയിട്ട് ഒരു പാരലൽ റോഡ്. ആ പാരലൽ റോഡിൽ കൂടെ കയറി കഴിഞ്ഞാൽ ആദ്യത്തെ ചെറായി ബീച്ചിൻ്റെ ഒരു ഏരിയയിലേക്കാണ്. ഈ തൊട്ടടുത്ത് തന്നെയാണ് ഇതിൻ്റെ ബീച്ച് വരുന്നത്. അവിടെയുള്ള കുറച്ച് ഇതുകളുണ്ട്. ഒരു വായനശാലയും അതിൻ്റെ ചെറായി ബീച്ചിൻ്റെ കുറച്ച് സ്ട്രക്ചറും കഴിഞ്ഞാൽ നമ്മളിങ്ങനെ നേരെ കയറിയിട്ട് ചെറായി ബീച്ചിലേക്ക് നമുക്ക് ഇങ്ങനെ കയറാൻ പറ്റും. അപ്പോൾ ബീച്ചിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ബീച്ചിലേക്ക് കയറി കഴിഞ്ഞ് എത്തുന്നത് തന്നെ മൊത്തം ആ ബീച്ചിൻ്റെ ഒരു ഉച്ച സമയമാണ്. ഉച്ച സമയത്ത് തന്നെ ചെറായി ബീച്ചിൽ കൂടുതൽ ആൾക്കാരൊന്നുമില്ല, വളരെ കുറവ് ആൾക്കാരുള്ള. നമ്മളിങ്ങനെ നോക്കി കഴിഞ്ഞാൽ ചെറായി ബീച്ച് ഇങ്ങനെ പരന്ന് ഇങ്ങനെ കിടക്കുന്നതാണ്. ഈ ചെറായി ബീച്ചിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുപാട് ആളുകൾ വരുന്ന സമയമാണ്. ഇപ്പോൾ വരുന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ അല്ല, ഇപ്പോൾ കുറച്ച് ആളുകൾ മാത്രമുള്ളത് കൊണ്ടാണ് ഇത്ര ഈ ഒരു ഉച്ച സമയമായതുകൊണ്ടാണ് ചെറായി ബീച്ചിൽ വരുന്നത്. ഇപ്പോൾ നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ചൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ചെറായി ബീച്ചിൽ എപ്പോഴും ഒരുപാട് ആളുകൾ വരുന്നൊരു സ്ഥലമാണ്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഫോർട്ട് കൊച്ചി ബീച്ചിൽ ആർക്കും ഇറങ്ങി കുളിക്കാനൊന്നും പറ്റാത്തത് കൊണ്ടും, പക്ഷേ ചെറായി ബീച്ചിൽ അതൊക്കെ അതിനുള്ള ഫെസിലിറ്റീസ് ഉള്ളത് കൊണ്ടും സുഖമായിട്ട് നമുക്ക് കുളിക്കാനൊക്കെ പറ്റുന്ന സ്ഥലമായതുകൊണ്ട് കുറേ ആളുകൾ വരുന്നതാണ് ചെറായി ബീച്ചിൽ. അപ്പോൾ ചെറായി ബീച്ചിൽ വരുമ്പോൾ എല്ലാവരും ചെറായി ബീച്ചിൽ വരുന്ന കുറേ നോർത്ത് ഇന്ത്യൻസ് ചോദിക്കുന്നൊരു സ്ഥലമുണ്ട്. ചെറായി ബീച്ചിലേക്ക് നമ്മളൊരു വരികയാണെങ്കിൽ അവിടെ എല്ലാവരും പറയുന്നൊരു സ്ഥലമാണ്, ഒരു റെസ്റ്റോറൻ്റ് അവിടെ, ലില്ലിപുട്ട് എന്നാണ് അതിൻ്റെ പേര്. എല്ലാ നോർത്ത് ഇന്ത്യൻസൊക്കെ വരുമ്പോൾ ഭയങ്കര ഫേമസ് ആണെന്നാണ് പറയുന്നത്. എല്ലാവരും ചോദിക്കും ലില്ലിപുട്ട് എവിടെയാണോ, ലില്ലിപുട്ട് എവിടെയാണെന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ലില്ലിപുട്ട് റെസ്റ്റോറൻറ്റിൻ്റെ അവിടേക്കുള്ള ഒരു ഇതും കൂടി കാണിക്കുമ്പോൾ